തദരെ ദരെ ദാനി തദരെ 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 താനി. മദന മനമോഹിനി നീയാരലേ കണ്ട് മനമോഹക മയാകളേ. ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്നെ എടുക്കുവോ വേണി? നീ എന്നിവിടെ? അത് പിന്നെ അതിനോട് നീ അവര് പോയോ? ഞാൻ വെറുതെ ഇങ്ങോട്ടൊക്കെ ചുമ്മാ വന്നതാ. ഒന്നില്ല, വന്നോക്ക് പോവാം. മൊത്തത്തിലൊരു കള്ളലക്ഷണമാണല്ലോ വേണി നിന്റെ മുഖത്ത്. എന്താണേലും ഞാൻ പിടിച്ചോളാം. ഇപ്പൊ നീ വാ. കള്ളലക്ഷണോ? അത് എന്റെ മുഖത്ത്? നോക്ക്, മനുവിന് വെറുതെ തോന്നിയായിരിക്കും. ഏതായാലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. വാ. അപ്പൊ എന്റെ തോന്നലായിരിക്കും. വാ പോവാം. എന്നാലും ആ പയ്യൻ ഇതിവിടെ പോയി? ഇനി എനിക്ക് തോന്നിയതാണോ? പക്ഷെ ആ ക്യാമറ, ഞാൻ അതെല്ലാം കൊണ്ട് ഓടിയല്ലേ. ഇനി എന്താ എനിക്ക് സംഭവിക്കണേ? വേണി നിനക്ക് വരാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഇതാരെയും നോക്കുന്നേ? കുറെ നേരമായി എന്തൊക്കെയോ കള്ളത്തരം നിന്നില്ലോ. ദേ ഇവിടെ മര്യാദയ്ക്ക് വന്നേ. മോനെ യാദവേ, നീ എന്നെ കുരുതിക്ക് കൊടുക്കാന്ന് വല്ല നേർന്നിട്ടാണോ അമേരിക്കന്ന് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? സത്യം പറ. അതെന്താ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം? എന്തോന്നാടാ മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറ. എൻ്റെ മകനെ, നിന്നെ ഞാനിപ്പോൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റിയില്ലേ? അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അവൻ വല്ലതും നിന്നെ കണ്ടിരുന്നെങ്കിൽ പൊന്നു മോനെ നിന്നെ വെട്ടി കയറി അടുപ്പത്ത് വെച്ചേനെ അവൻ. അതിന് അവനെയൊക്കെ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു? നീ ആ കൊച്ചിനെ കണ്ടോ? എന്നെ രസം ഇവിടെ കാണാൻ. ഓ എടാ, നീ അവിടെ കണ്ണു കണ്ടോ? എന്താണത്? ഇന്ദ്രനീലോ? എന്റെ രസമാണ് അവളെ കാണാൻ. എൻ്റെ മഹാദേവ, ഇവന് മറ്റേ അസുഖം തുടങ്ങിയിരിക്കുന്നു. ഈ പൊട്ടൻ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ആ പെണ്ണിൻ്റെ പറയുന്നു എല്ലാം പോയിരുന്നെങ്കിൽ ആ ചെറുക്കൻ ഇവനെ വെച്ചേക്കത്തില്ലായിരുന്നു. ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ കാട്ടുമാക്കാന്റെ കാര്യം വിളിച്ചിരുന്നത്? ഓ എന്റെ ധ്രുവേ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് ആ പെണ്ണിനെ ഇന്ന് വല്ലാണ്ട് പോയിച്ചു. കെട്ടുവാണെങ്കിൽ ഞാൻ അവളെ കെട്ടത്തുള്ളൂ. അരേ വാ, അപ്പം ചാവുവാണെങ്കിൽ നീ അവൻ്റെ കൈ കൊണ്ടേ ചാവത്തുള്ളൂ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇവനെ വലിച്ചു മാറ്റാൻ പോയ 2 തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ മിസ്സാക്കി കളഞ്ഞാനത്. നീയൊക്കെ ഒരു ഫ്രണ്ടാണോ? സ്വന്തം ഫ്രണ്ടിനെ സഹായിക്കുന്നതിന് പരം കുറ്റപ്പെടുത്തുന്നോ? എന്തായാലും മരഭൂതിനൊക്കെ ഒരു സഹായം ഉണ്ടായി. അവിടെ പേര് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണി കൊള്ളാം. അയ്യടാ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ദേ ചെറുക്ക, ഞാൻ പിടിച്ച ഒന്നേരം മാറ്റിയില്ലായിരിക്കും തൊണ്ട. അവൻ്റെ കൈ കൊണ്ട് നീ തീർന്നേനെ. എൻ്റെ നാഗദൈവങ്ങളെ, ഇവനെയൊക്കെ സഹായിക്കാൻ പോയി എന്നെ വേണം പറയാൻ. എന്തുകൊണ്ടല്ലോ ഇത്? ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് നിന്റെയൊക്കെ നാട് ഇത്ര കുറ്റകരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവൾ നോക്കത്തുകൂടിയില്ല. എടാ, നിനക്ക് സ്നേഹിക്കാൻ ഈ നാട്ടിൽ എത്രയോ പെമ്പിള്ളാരെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ പെണ്ണ് വേണ്ടടാ. എടാ, അവളും ഒരു പെണ്ണല്ലേ? എനിക്ക് കെട്ടുവാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും എനിക്ക് ആ പെണ്ണിനെ മതി, വേറെ വേണ്ട. എൻ്റെ യാദവേ, നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. 2 എണ്ണം കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ. ഇപ്പം ഏതായാലും വാ, നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. വേണി, ഞാൻ നിന്നെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക. എന്താ നിനക്ക് പറ്റിയേ? ആകപ്പാട് ഒരു തപ്പലും പരിങ്ങലും ഒക്കെ. നീ ആരെയോ ഈ നോക്കണേ? ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ കൂട്ടുകാർ? എനിക്കെന്തോ ഇവിടെ വിട്ട് അങ്ങോട്ട് വരാൻ മനസ്സ് വരുന്നില്ല മനുവേട്ടാ, അതാണ്. ശരി, ആവശ്യമില്ലാതെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ മായ്ച്ചു കളഞ്ഞേരും മനസ്സിൽ നിന്ന്. അതാ നല്ലത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വീട്ടിൽ പോവാം. മക്കള് വന്നോ? പോയ കാര്യം എന്തായി? ഇവിടെ 2 പേർക്ക് പനി പിടിച്ചത് കൊണ്ടാ
അങ്ങോട്ടേക്ക് വരാൻ പറ്റാഞ്ഞതെന്ന്. എന്ത് ശരിയാവാൻ അമ്മായി? അമ്മായിയുടെ മോള് എല്ലാ പ്രാവശ്യത്തെയും പോലെ അവിടെ പോയി വായി നോക്കി നിന്നിട്ട് വന്നേക്കുന്നു. എന്നാ പറയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവള് പറയുമോ? അതുമില്ല. എന്നാന്നത് ജോലി, ഞാൻ പോവോ അവിടുന്ന്. എന്താ മനു ഉണ്ടായേ? ശരാ, ഈ ചെറുക്കനെ കൊണ്ട് അവൻ പോവുകയും ചെയ്തു. എന്നെ മോളെ പറ്റിയേ? നീ എന്താ വല്ലാണ്ടിരിക്കണേ? എന്നെ ഉണ്ടായേ? പറയമ്മയോട്. ഏയ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ലമ്മ. ഞാൻ അവിടെ പോയിച്ച് പ്രാർത്ഥിച്ചു. എന്തോ എനിക്ക് മനസ്സങ്ങോട്ട് തൃപ്തിപ്പെടുന്നില്ല ഒന്നും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? ഞാനത് വിശ്വസിക്കുകയും വേണം. വേണ്ട, ആരും ഒന്നും പറയണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നു. ബാക്കിയുള്ളവരല്ലേ ഇവിടെ ടെൻഷൻ അടിച്ച് നടക്കണ്ടേ? എന്താന്ന് വെച്ചാൽ കാണിക്കുക എല്ലാം കൂടെ. അമ്മ ടെൻഷൻ അടിക്കാനായിട്ട് ഒന്നുമില്ല. അവിടെ പോയാൽ അമ്മയ്ക്കാണേലും ഇങ്ങോട്ട് തിരിച്ച് വരാൻ തോന്നില്ലല്ലോ. അത്രേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല. നല്ല ക്ഷീണം. ഞാനിന്ന് പോവാറൂ. റേനേച്ചി, ഞാൻ അകത്തോട്ട് വരും കേട്ടോ. ഞാനും. ആ, നിങ്ങളായിരുന്നോ? ഇനി എന്നാ അടുത്ത ചോദ്യം ചെയ്യലായിട്ട് വന്നേ? ബാ 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 കയറുക. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. രണ്ടും ഇനി പോരെ. അത് പിന്നെ ചേച്ചി, മനുവേട്ടൻ വന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നുണ്ട്. എന്നാ പറ്റിയേ? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? എന്റെ കല്ലു, നിനക്ക് ചേച്ചിയുടെ അറിഞ്ഞൂടെ? മനുവേട്ടൻ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ടായിട്ട്. ആ, കുറച്ച് സംഭവമൊക്കെ ഉണ്ടായി. പറഞ്ഞാ നിങ്ങളും വിശ്വസിക്കത്തില്ല പിള്ളേരെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ മനുവേട്ടന് ഇതൊന്നും അറിയില്ല കേട്ടോ. ആ കണ്ട കല്ലു, അപ്പൊ മനുവേട്ടൻ പോയത് വെറുതെ ഒന്നും അല്ല. എന്റെ പാർവയെ നിന്റെ തലയ്ക്ക് ഞാൻ ഒന്നും തരും കേട്ടല്ലോ. ചേച്ചി പറ, അവള് പറയുന്നത് കാര്യമാക്കണ്ട. ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ നമ്മൾ 3 പേരും അല്ലാണ്ട് 4ാമത് ഒരാൾ ഈ കാര്യം അറിയരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ പറയാം. പ്രത്യേകിച്ച് മനുവേട്ടൻ ഈ കാര്യം അറിയേ ചെയ്യരുത് കേട്ടല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ഏയ്, ഞങ്ങൾ ആരോടും പറയില്ല. അല്ലേടി പറൂ. ഞങ്ങൾ ആരോടും പറയില്ല, പ്രോമിസ്. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ എന്താ നടന്നേന്ന് ഞാൻ പറയാം. കൊള്ളാലോ, നല്ല സ്റ്റോറി. എന്റെ കല്ലു, നീ ഇതൊക്കെല്ലാം കേൾക്കുന്നുണ്ടോ? എന്റെ പാറു, ഇത് മറ്റേ നന്ദന സിനിമ പോലെ ഉണ്ടല്ലോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ സത്യം. എന്നിട്ട് ബാക്കി എന്നാ ചേച്ചി പറ. അയ്യോ സത്യം, നന്ദന സിനിമ പോലൊക്കെ തന്നെ. ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ നിന്ന് ക്യാമറയും പിടിച്ച് ഞാൻ ഓടിയതാ. പക്ഷേ അവൻ എന്നെ നൈസായിട്ട് പോക്കി ആ സമയം കൊണ്ട്. അപ്പോഴേക്കും മനുവേട്ടൻ വന്നു. മനുവേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അകപ്പാടെ ടെൻഷനായി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവനൊരു പൊടി പോലും ഇല്ല. അതിനുശേഷം ചേച്ചി അയാളെ കണ്ടിട്ടില്ല. അയ്യോ, അപ്പം ഇയാളെ ആദ്യമായിട്ടാണ് ചേച്ചി കാണുന്നേ? അതാരായിരിക്കും? ശരിക്കും അങ്ങനെ ഒരു വ്യക്തി ഇനി കാണുമോ? എന്റെ കല്ലു, ചേച്ചി തന്നെ പറഞ്ഞു കേട്ടില്ലേ, അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെ നേരത്തെ കണ്ടോന്ന് ചോദിക്കണേ? ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയല്ലേ നീ. എന്നിട്ട് എന്തായി ചേച്ചി ബാക്കി? അവിടെ നിൽക്കുന്ന ടൈമിൽ ഞാൻ അയാളെ അന്വേഷിച്ചു. പക്ഷേ വേറെങ്ങും ഞാൻ അയാളെ കണ്ടില്ല. ലാസ്റ്റായിട്ട് അന്നേരമാണ് ഞാൻ കണ്ടത്. കുറെ അന്വേഷിച്ചിട്ടും ബലമൊന്നും ഉണ്ടായില്ല. നന്ദന സിനിമയില് ബാലാമണി കൃഷ്ണനെ കണ്ടതുപോലെ വേണിയേച്ചി ഇനി നാഗരാജാവിനെ കണ്ടതാണോ? അങ്ങനെ വിശ്വസിക്കാൻ കേട്ടോ. പിന്നാളെ കണ്ടിട്ടില്ലല്ലോ, അതാണേ. ആഹാ, എന്നാ ഒരു ബുദ്ധി. ഈ തല വെളിയിലൊന്നും കാണിക്കല്ലേ. നാഗരാജാവാണ് പോലും. അങ്ങിരുന്നല്ലോ 1ാം തരം സർട്ടിഫൈഡ് ബ്രോയിലർ കോഴിയാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ കല്ല് പറഞ്ഞതിനോട് യോജിക്കുന്നു. ആ വ്യക്തിയെ പിന്നെ കണ്ടില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ. പിന്നെ വേറെ ആരെങ്കിലും കണ്ടോന്നും ചേച്ചി ചോദിച്ചില്ല. അങ്ങനെ വല്ല ഒരാളുണ്ടെങ്കിൽ അതിന് ഞാൻ തിരക്കിയിട്ട് വേണം മനുവേട്ടൻ പോയി പ്രശ്നം ഉണ്ടാക്കാൻ. നിങ്ങൾക്കറിയാവുന്നതല്ലേ അതിനെ? ഒരു വിധത്തിലാണ് ഞാൻ അവിടെ പിടിച്ചു ചെയ്യുന്നത്, എനിക്കേ അറിയൂ. ഷോ കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി. അയാൾ കാണാൻ എങ്ങനെ ചേച്ചി? ചുള്ളനാണോ കക്ഷി? അയ്യടാ, ചുള്ളനല്ല കുള്ളൻ. ദേ, രണ്ടും കൂടെ ഇറങ്ങിപ്പോയിക്കേ. പിന്നൊരു കാര്യം, ഇത് 4ാമതൊരാൾ അറിയാൻ പാടില്ല. മറക്കരുത്, അറിയാലോ എന്നെ. കല്ലുമാ, നമ്മൾ ഔട്ടായിടി. ചേച്ചി അയാളെ സ്വപ്നം കണ്ടു കിടക്കട്ടെ. നമുക്ക് വേഗം പോകാം. എന്തിനാണോ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പായി നിൽക്കുന്നേ? ബാ, നമുക്ക് വേഗം അങ്ങ് പോയേക്കാം. മഹാദേവാ, ഇങ്ങനെ 2 കുരുപ്പുകൾ.
നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ എല്ലാം തിരക്കി നിന്നെ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് നോക്കി നടന്ന ഒരാളെ ഇന്ന് നേരി കണ്ടപ്പോ എന്തോ ബാക്കി വെച്ചില്ല. ആ പടം ഒന്ന് പൂർത്തിയാക്കാന്ന് കരുതി വന്നതാ. എന്തിനാ നീ തിരക്കിയേ? ആ, നിന്റെ ഡ്രോയിങ്സ് നടക്കട്ടെ. ഞാൻ വന്നത് വേറൊന്നുമല്ല. ഇവിടെ അടുത്ത് ഒരു കോളേജുണ്ട്. അഡ്മിഷന് ശരിയാക്കാനായിട്ട് ആ, ഒരാളുടെ കാൽ പിടിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ആ കോളേജ് അഡ്മിഷൻ നേടാം. ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അത് പറയാനായിട്ട് ഞാൻ വന്നതാ. ആ, ഏതായാലും നിന്റെ പെയിൻറ്റിങ്സ് ഒക്കെ നടക്കട്ടെ. അല്ലടാ, ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ആടദ്രേ, നിനക്ക് നല്ല പരിചയമുള്ള കുട്ടി തന്നെയാ. നീ വേണമെങ്കിൽ ഒന്ന് ശരിക്കും നോക്കി, അപ്പൊ നിനക്ക് ചിലപ്പം ആളെ മനസ്സിലായെന്നിരിക്കാം. ഒന്ന് നോക്കടാ. എൻ്റെ ഗസ് കറക്റ്റാണെന്ന് അറിയില്ല, പക്ഷേ വേണിയുടെ ഒരു മോച്ചായ പോലെ. എടാ, നീ അവളെ ഒരു വട്ടമല്ലേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതെങ്ങനെ നിനക്ക് ഇത്ര കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്? ഇനി അവളെ ഫോട്ടോ വല്ലതും നിൻ്റെ ക്യാമറയിലുണ്ടോ? അങ്ങനെ വെച്ചിട്ടാണോ? എന്താണേലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. വേണീനെ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. ഇതിനു മുന്നേ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ, എന്നെ സുന്ദരിയാടാ അവള്. എന്തൊക്കെ പിച്ചും പേയുടെ അഥവാ നീ പറയുന്നേ? നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ, പക്ഷെ നീ അവളെ കണ്ടിട്ടുണ്ടെന്ന്. ആ, ഞാൻ വിശ്വസിക്കണം അല്ലേ? എൻ്റെ പൊന്നുമോനെ, സത്യം പറ, നീ വല്ല കള്ളം കുടിച്ചിട്ടിരിക്കുവാണോ? അതോ വെല്ലോ നീ വലിച്ചു കയറ്റാനും തുടങ്ങിയോ? പതിവില്ലാത്ത ശീലമൊക്കെ നീ ഇനി തുടങ്ങിയിട്ടുണ്ടോടാ? എൻ്റെ മഹാദേവ, എന്തൊക്കെ കാണണം കേൾക്കണം. ഏടാ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ. അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല. ഞാൻ അമേരിക്ക നിൽക്കുമ്പോൾ തൊട്ട് അവളെൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഐ തിങ്ക് സോ. നിനക്ക് പ്രണയമൂത്ത് ഭ്രാന്തായാലാണോ അതോ വില അടിച്ചു കയറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. നീ അമേരിക്ക നിൽക്കുമ്പോൾ ഇവളെ കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ ഇവിടെ വന്നിട്ടും നീ എന്തൊക്കെയാടാ മോനെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭ്രാന്താണെന്ന് ചോദിച്ചാൽ അതെ, ഒരുതരം ഭ്രാന്താണ്. ഞാൻ അവളെ മാത്രമല്ല, അവനെയും കണ്ടിട്ടുണ്ട്, കൂടെ വേറെ പലരെയും കണ്ടിട്ടുണ്ട്. ഒരുതരം ഭ്രാന്ത് തന്നെ. ബ്രോ, വാട്ട് യു മീൻ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ അവളെയും അവനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നീ ആരെ കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല യാദവേ. മര്യാദയ്ക്ക് തെളിയിച്ച് പറ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ. ഞാൻ എല്ലാം പറഞ്ഞു തരാം. നീ ആദ്യം കുറച്ച് പെയിന്റിങ്സ് ആണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൂടുതലായിട്ടും രാത്രി സ്വപ്നം കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അവരെ ഞാൻ പെയിന്റിങ്സിലൂടെ കാണിച്ചു തരാം. എടാ, എന്താടാ ഇതൊക്കെ? ഇത് അവരുടെ മുഖം പോലൊക്കെ തോന്നുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാലമായിട്ട് ഒരു ബന്ധമില്ല. നീ എന്തൊക്കെയാ സ്വപ്നം കാണുന്നേ? എൻ്റെ മഹാദേവ, ഇവനൊന്നും വരത്തല്ലേ. നിനക്ക് ഈ കുട്ടി ആരാന്നറിയുമോ? ഇവള് ഇരളിയൂർ മനയിലെ കൊച്ചു തമ്പുരാട്ടിയാണ്. എന്ന് വെച്ചാൽ ദേവി ചൈതന്യമുള്ള കുട്ടി. എല്ലാവരും അവളെ ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ബഹുമാനവും എല്ലാം അവൾക്ക് കിട്ടുന്നുമുണ്ട്. നിന്നെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ? എടാ, നീ പറയുന്ന പോലെ അവൾ ആരാന്നോ എന്താണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കാണുന്ന ചിത്രമൊക്കെ ഇല്ലേ, ഞാൻ രാത്രി കാണുന്നത് എങ്ങനെയാണ്, അവളെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും കണ്ടപ്പോൾ ഷോക്കായി. അങ്ങനെ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിഞ്ഞപ്പോൾ എന്താ പറയണ്ടേ, എനിക്കുണ്ടായ ഫീലിങ്സ്. എടാ, എനിക്കത് നിനക്ക് പറഞ്ഞു തരണ്ട എങ്ങനെയാന്ന് എനിക്കറിയില്ലടാ. എനിക്കറിയില്ല മോനെ. കെട്ടുവാണെങ്കിൽ ഞാൻ അവളെ കെട്ടുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ നീ പറഞ്ഞില്ലേ ദേവി ചൈതന്യമുള്ള കുട്ടിയാന്ന്? അതേടാ മോനെ, ദേവിയാടാ ദേവി. എൻ്റെ ദേവി അവള്. എൻ്റെ മോനെ, എനിക്കറിയില്ല ഞാനിപ്പോൾ എത്രത്തോളം സന്തോഷമാണെന്നറിയാവോ. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കുമെന്നറിയാവോ അവളൊന്ന് നേരിൽ കാണാനും. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാ ഞാൻ കേരളത്തിലേക്ക് വണ്ടി കയറിയത്. കറക്റ്റ് നിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കോ സാക്ഷാൽ ഭഗവതി എൻ്റെ മുന്നിലുണ്ട് മോനെ. അവളൊരു ഭഗവതി തന്നെയാണ്. എനിക്കിപ്പോൾ എത്രത്തോളം സന്തോഷമാണെന്നറിയാവോ. അവളെ കണ്ട ഉടനെ ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തത് അത് തന്നെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ മോനെ, എൻ്റെ ഫീലിങ്സ് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടാ. അറിയാം, ഞാൻ അത്രയ്ക്ക് സന്തോഷമാനായിരുന്നു. നിന്റെ സന്തോഷവും ആഹ്ലാദമൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് അളിയാ. പക്ഷെ അതിന് മാത്രം എനിക്ക് കഴിയില്ല. കാരണം ഈ കുട്ടി, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് വേണോ? ശരിയാവോടാ?
നമുക്ക് വേറെ പെണ്ണിനെ നോക്കാടാ. നിനക്ക് എത്ര പെമ്പിള്ളാരെ വേണമെങ്കിലും ഞാൻ സെറ്റാക്കി തരാം. പക്ഷെ ഇത് വേണ്ടടാ. കഴുത്തിന് മേലെ തല പോകുന്ന കേസാ. നമുക്കിത് വിട്ടേക്കാം. നിന്റെ ടെൻഷനും പേടിയും കണ്ടാൻ തോന്നുമല്ലോ. അവളേതോ ഹിറ്റ്ലർ മാധവൻ കുട്ടിയുടെ പെങ്ങളാണ്. എന്റെ പൊന്നളിയാ, ഞാന് യാദവാണ്, യാദവ് കൗശിക്. എന്നെ തൊടാൻ ഒരുത്തിനും കഴിയില്ല. അവളെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എനിക്ക് സ്വന്തമാക്കാനും അറിയാം. ആരെതിർക്കാൻ വന്നാലും നല്ലത് കൊടുത്ത് പറഞ്ഞു വിടാൻ ഈ യാദവിനറിയാം. അതുകൊണ്ട് എന്റെ മോൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വേറെ ഏതെങ്കിലും പെമ്പിള്ളേരെ ഞാൻ സെറ്റാക്കി തരാം. പക്ഷെ വേണി അവൾ എനിക്കുള്ളത് മാത്രമാണ്. അതിന് ആരൊക്കെ വിചാരിച്ചാലും അവളെ ഒരുത്തരം കൊടുക്കാൻ ഞാൻ റെഡിയല്ല. എൻ്റെ യാദവേ, നിൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് എഴുത്തിയാട്ടം കാരണം എനിക്ക് പേടിയാവുകടാ. നീ കരുതുന്ന പോലൊന്നുമല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിനക്കതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. നീ അവിടുത്തെ കൾച്ചറിൽ വളർന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ പറഞ്ഞാലൊന്നും നിനക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരണ്ടേ ഞാൻ? എടാ, ഇത് വേണ്ടടാ നമുക്ക്. ഞാൻ പറയുന്നേക്ക്. എന്ത് തല്ലുകൊള്ളത്തിരിത്തിനും ഞാൻ കൂട്ടുവയ്ക്കാം. പക്ഷേ എടാ വേണ്ടടാ, ജീവൻ പോകുന്ന കേസാ. ആഹാ, രണ്ടുപേരും ഇവിടെ നിൽക്കുക. ഞാൻ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയോ പിള്ളേരെ? അല്ല, ഈ കുട്ടി നിങ്ങൾക്ക് ഈ പടം എവിടെ നിന്ന് കിട്ടിയേ? എവിടെ നിന്നാണെങ്കിലും അത് കിട്ടിയെടുത്ത് കൊണ്ട് വെച്ചോ. ഇതത്ര ശരിയല്ല മക്കളെ. എന്നിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. ഇതങ്ങനെ വല്ലയിടത്തൊന്നും എടുത്തോണ്ട് വന്നൊന്നും അല്ലമ്മ. ഇതൊക്കെ ഞാൻ വരച്ചതാ. എന്താ നിങ്ങൾക്ക് പറ്റിയ? നിങ്ങൾ എന്തൊക്കെയാണ് ഇവന് പറയുന്നേണ്ടി ഇപ്പൊ അമ്മ വന്നു പറയുന്നൊക്കെ പറയുന്നത്? എന്തോ ഇതൊക്കെ? ഞാൻ പറയുന്നതിന് വല്ല കാര്യം ഉണ്ടായിട്ടുണ്ട് കുട്ടിയായി. നീ അത് മനസ്സിലാക്ക്. നീ വരച്ചതാണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ പടം പുറത്ത് ആരും ഇത് കാണാൻ പാടില്ല. ഈ റൂമിൽ നമ്മൾ 3 പേരും അല്ലാണ്ട് മറ്റാരും അറിയാനും പാടില്ല. അത്രയ്ക്ക് സേഫായിരിക്കണം ഈ കാര്യമൊക്കെ. പുറത്താരും അറിയരുത്. പുറത്താരും അറിയില്ല. അമ്മ പേടിക്കണ്ട, പൊക്കോ. ഞാൻ അവനെയും കൊണ്ട് കഴിക്കാൻ വന്നോളാം. അധികം താമസിക്കാതെ രണ്ടും അങ്ങ് എത്തിയേക്കണം കേട്ടല്ലോ. ആ ശരി അമ്മ പൊക്കോ. ഞാൻ അവനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞില്ലേ. യാദവേ, ഇത് കുട്ടിക്കളിയല്ല. കുറച്ച് സീരിയസാ. ഇപ്പോൾ ഏതായാലും നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ അമ്മ വീണ്ടും ഇങ്ങോട്ട് വരും. ഞാൻ പിന്നെ നിന്നോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. നീ വാ. ധ്രുവേ, മനു വിളിച്ചായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ നീ അങ്ങോട്ട് തിരിച്ച് വിളിച്ചേക്കാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പറഞ്ഞ കോളേജിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട്. 2 ജോലി അവിടെ വേക്കൻസി ഉണ്ട്. എൻ്റെ തള്ളേ, എൻ്റെ പൊന്നു തള്ളേ, എനിക്ക് ഒന്നുകൂടെ പഠിക്കണം. ഞാൻ 1 വർഷം കൂടെ പഠിച്ചിട്ട് അവിടെ ജോലിക്ക് കയറിക്കോളാം. എനിക്കല്ല ഇപ്പം ജോലി വേണ്ടത്. ഇതേണ്ടേ ഈ മാക്കാനാണ്. അവൻ അമേരിക്കയിൽ നിന്ന് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നേക്കോ. അവിടെ നിന്ന് ജോലി ചെയ്യാണ്ട് ഇവിടെ ജോലി ചെയ്യാനായിട്ട്. ഇവനാണ് ജോലി വേണ്ടത്. ഞാൻ 1 വർഷം കൂടെ പഠിച്ചിട്ടേ ജോലിക്ക് കയറുന്നുള്ളൂ. ഈ തള്ളേനെ കൊണ്ട്. ഡാ കബർക്കി, പുസ്തകത്തിന് പരിണാമം സംഭവിച്ചിറങ്ങി വന്നാലേ നിന്നെക്കാ ഭേദമാണ് എന്തുകൊണ്ട് ഞാനും. ഒന്നില്ലെങ്കിലും അമേരിക്ക വിട്ട് ഞാൻ ഇവിടെ വന്നില്ലേടാ ജോലി ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സന്തോഷ സമാധാനമൊക്കെ അങ്ങ് അമേരിക്ക പോയി കിട്ടുമോ? ഇല്ലയോ അമ്മേ? അതൊന്നും ഈ പുസ്തകം വഴി എനിക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല. പോട്ടൻ. ഇനി 1, 2 പറഞ്ഞ് 2 കൂടെ തുടങ്ങിക്കോണം. വേണമെങ്കിൽ പിള്ളേരെ മര്യാദയ്ക്ക് കഴിച്ചിട്ടെണീച്ച് പോകും. ഓരോന്ന് പറഞ്ഞ് അടി കിട്ടോണം 2 കൂടെ ഇനി കിടന്ന്. ദൈവമേ, പ്രായം എത്ര ആയാലും ബോധം വിവരം വെച്ചിട്ടില്ലേ നിങ്ങൾക്ക് രണ്ടിനും? ഇറങ്ങി പോട്ടെ 2 കൂടെ കഴിച്ചിട്ട്. എന്തോ നമ്മ ഇത് അവൻ്റെ സൈഡാണല്ലോ അമ്മ. ഈ തള്ളേനെ കൊണ്ട്. ഞാനാണോ തുടക്കം ഇട്ടേ? അവനല്ല എൻ്റെ പുസ്തകപ്പുഴെന്ന് വിളിച്ചോരെന്ന് പറയണത്. ഞാനാണോ? ഞാൻ ഡീസൻ്റ് ആണ്. ഓക്കെ, അവനെ പോയി വഴക്ക് പറയാതാണ് നിങ്ങൾ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടല്ലോ. 2 ഒന്നിനൊന്നിനും മെച്ചമാണ്. കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്ക് 2 കൂടെ. ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാതെ. പിന്നെ ധ്രുവേ, നീ മനുവിനെ വിളിക്കണം. വിളിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കുകയൊക്കെ വേണം. മനുവിനെ ഞാൻ വിളിച്ചോളാം. അമ്മ പോയി കിടന്നോ. മരുന്നൊക്കെ കറക്റ്റ് സമയത്തിന് കഴിച്ചിട്ട് കിടക്കാവുള്ളൂ കേട്ടോ. ഞാൻ മരുന്നൊക്കെ കറക്റ്റ് സമയത്തിന് കഴിച്ചോളാം. നിങ്ങൾ 2 കൂടെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഇനി ഇവിടെ കിടന്ന് അടിയിടണ്ട. ശരി എൻ്റെ മാതാശ്രീയെ, ഉത്തരവ് പോലെ. ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കില്ല. വേണ്ടേ, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിപ്പം പൊക്കോളാം. അമ്മ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അധികം ഇനി താമസിക്കൊന്നും വേണ്ട. പോയി കിടന്നോ, ചെല്ലു. എടാ അളിയ, ഈ മനു ആരാ? നിങ്ങൾ കുറച്ചു നേരമായിട്ട് മനുവിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആരെയും മനു?
അയ്യോ, മനു വലിയൊരു മനുഷ്യനാണ്, ഒരു നാട് മൊത്തം ആരാധിക്കുന്ന അങ്ങനെ ഒരു വലിയൊരു മനുഷ്യൻ. ആ, ഒരുപക്ഷെ നിനക്കും അദ്ദേഹത്തിനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടും, വല്ലാണ്ടങ്ങ് ബോധിക്കുമെന്നേ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ കോളേജിന്റെ കാര്യം സെറ്റാക്കി തരാമെന്ന് മനു എന്നോട് പറഞ്ഞിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് മനു, പിന്നെ ഒരു കസിനും കൂടെ ആണ്. അങ്ങനെ എനിക്കറിയാം. എനിക്കെന്നല്ല, എല്ലാവർക്കും അവനെ വലിയ കാര്യമാണ്. ചിലപ്പം നിനക്ക് ഇഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് വരാം കേട്ടോ. നീ പോയി കിടന്നു അപ്പോഴത്തേക്കും ചെല്ല്. ആഹാ, എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുമായിരുന്നു. എന്റെ അളിയനെ എനിക്ക് നല്ല വിശ്വാസമായോണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ പോയി കിടക്കുക. നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. നീ എന്താന്ന് വെച്ചാൽ സെറ്റ് ആക്കിയിട്ട് വന്ന് കിടക്കുക കേട്ടോ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. വിളിക്കണം കാര്യമില്ല, വരത്തില്ലെന്നറിയാം. എന്തായാലും നീ തന്നെ നോക്കിക്കോ, ഞാൻ പോവുക. എന്റെ പൊന്നി യാദവേ, നീ എന്നെ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എന്നെ ഉപദ്രവിക്കാതൊന്ന് പോയി താടാ നാറി. ഹലോ ധ്രുവ, നീ ഇന്ന് ഈ സമയത്ത്? കുറച്ച് ബിസി ആയിപ്പോയി അളിയ, അതാണ് വിളിക്കാൻ പറ്റാഞ്ഞ്. ഇപ്പോഴൊന്ന് ഫ്രീ ആയത്. അല്ല, ഞാൻ പറഞ്ഞ കോളേജിന്റെ കാര്യം എന്തായി? അവിടെ സെറ്റല്ലേ? ആടാ, ഞാനിവിടെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീയും നിന്റെ ഒരു ഫ്രണ്ടും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഏതായാലും രണ്ടുപേർക്കുള്ളത് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താമസ സൗകര്യം നീ ഇവിടെ വരുമ്പോൾ പറഞ്ഞെന്നാ പറയാം. ആടാ, എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്, അവനും കൂടെ വേണ്ടിയിട്ടാ. ഏതായാലും അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് അല്ലേ, ഒഴിഞ്ഞു കിടക്കുമല്ലേ അത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ താമസിച്ചോളാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട, ഞങ്ങളവിടെ നിന്നോളാം. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാടാ നീ നിന്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വരുന്നത്? എനിക്ക് നല്ല സന്തോഷമല്ലേ. പിന്നെ എന്ത് ബുദ്ധിമുട്ടാ, നിങ്ങൾ ഇനി പോരെ. നമുക്കിവിടെ അടിച്ചു പൊളിച്ച് നിന്നാ പോരെ. വെറുതെ എന്തിനാ ഗസ്റ്റ് ഹൗസ് ഒക്കെ? എൻ്റെ മനുവേ, ഗസ്റ്റ് ഹൗസ് തന്നെ ധാരാളം. ഞാനേ അമേരിക്കയിൽ നിന്നൊരു ഭീകരമായ ഒരു ബോംബുമായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് തന്നെ മതി. എൻ്റെ ഹെൽത്തിന് അതായിരിക്കും ഏറ്റവും നല്ലത്. ആടെ ധ്രുവേ, നിന്റെ ഇഷ്ടം പോലെ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാനായിട്ട്. നീ ഏതായാലും നാളെ വരുന്നെങ്കിൽ ഇനി പോരെ. കോളേജും പരിസരവും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നാളെയല്ല, ഞാൻ വേറൊരു ദിവസം വരാം. ഇവിടെ അമ്മ ഒറ്റയ്ക്കാടാ. അമ്മ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എങ്ങനെ ഞാൻ അങ്ങോട്ട് വരിക? അതുകൊണ്ട് ഇവിടെ ഒന്ന് സെറ്റിലാക്കി വെച്ച് ഞാൻ നിന്നെ വിളിക്കാം. വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നതല്ലേ നല്ലത്. ആടാ, നിനക്ക് എപ്പോഴാണേലും ഇങ്ങോട്ടേക്ക് വരാം. ഏതായാലും അവിടേക്ക് ഒന്ന് സെറ്റിലാക്കി വെച്ചിടോ. എങ്കിൽ ശരിയെന്നാ, അധികം താമസിക്കേണ്ട, കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഇതിപ്പോ ഇത്ര രാവിലെ തന്നെ? ഇങ്ങനെ എന്തൊരു മുന്നറിയിപ്പ് കൂടാതെ? അങ്ങോട്ട് മാറി പൂച്ചാടി. എന്തോന്ന് നിങ്ങൾ എന്നെ വിളിച്ചേ? എന്താടി പൂച്ച, നിന്റെ ചെവി അടിച്ചു പോയോ വന്ന്? എന്തോ ഇത് വന്ന് കേറിയില്ല. അതിന് മുമ്പ് രണ്ടും കൂടെ നേരം വെളുത്തപ്പം തുടങ്ങി. കയറി പോയിക്കാനാണ്. ഞാനല്ല, ഇങ്ങേരാ. ഓ, രണ്ടും കൂടെ കയറി പോ. കാലത്ത് തന്നെ ഏതുവനാടാ, ഉറങ്ങാനും സമ്മതിക്കത്തില്ല മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ഇതൊക്കെ ഓ ഗോഡ്, തന്തലാണ്ടായി. അച്ഛൻ ഇപ്പൊ എത്തി. യാത്രയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന? സുഖമായിരുന്നാ? എന്താടാ മുഖത്തൊരു വശപ്പശക്? ഞാൻ വന്നിട്ട് വശം കുറച്ചായി. അച്ഛന് വെറുതെ തോന്നലാവും. അമ്മേ, ഒരു ചായ. ആഹാ, എന്തോ ഒരു ഫേസ്. നട്ടുപോയ അണ്ണാനെ പോലുണ്ട് ഇപ്പം കാണാനവനെ. ഷൂമീൻ വണ്ടി പോയ അണ്ണൻ അതല്ലേ? എക്സാക്ട്ലി. അപ്പം കണ്ടുപിടിച്ചു, കൊച്ചു കള്ളൻ. എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? വേഗം ഫ്രഷ് ആയിട്ട് വന്നാൽ വല്ല കഴിക്കാൻ ഞാൻ തരാം. അമ്മ പോയി ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക. അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് വന്നേക്കാം. അപ്പം ഇനി വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നോക്കി കണ്ട് നടത്തിക്കോണം, കേട്ടല്ലോ? ബാ, ആദ്യം ഇങ്ങോട്ട്. അപ്പാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അമ്മോ, ഞാൻ പോയിച്ച് വരാവേ. അച്ഛേ, ഐ മിസ് യു സോ മച്ച്. അമ്മോശേ, ഐ ലവ് യു. സൂക്ഷിച്ചു പോകണേടാ മക്കളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പനെ അമ്മയെ വിളിക്കാൻ മറക്കണ്ട. എന്ത് കാര്യം ഉണ്ടായാലും ഞങ്ങൾ അങ്ങ് ഓടി എത്തിക്കോളാം കേട്ടോ. ഒന്ന് വിളിച്ചേച്ചാൽ മതി. ഇവിടുത്തെ കാര്യം ഓർത്ത് പേടിക്കണ്ട. അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിച്ച് വാ കേട്ടോ. ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് പേടി. ഞങ്ങളിവിടെ ഇല്ലെന്ന് വെച്ച് ഈ വീട് തലതിരിച്ചൊന്നും വെച്ചേക്കരുത്. നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക. അപ്പനോട് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം എല്ലാം കണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്തോണം. പാവം എൻ്റെ അമ്മയെ വേദനിപ്പിച്ചേക്കല്ലേ, കേട്ടല്ലോ? പറഞ്ഞേക്കാം. അവർ തമ്മിൽ ഭയങ്കര ഗൂഢാലോചന. അമ്മ ഇതൊന്നും കേൾക്കണ്ട. കൈ കിട്ടുന്ന എടുത്ത് താൽക്കൊന്ന് കൊടുത്തോ.
ആ വെക്കടാ വെക്ക്. സ്വന്തം തന്തയുടെ നെഞ്ചത്ത് തന്നെ വെക്കണം കേട്ടോ. തന്റെ കൊല്ലാനായിട്ട് ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നു. എടാ നീ അത് പറ, അവൾ അതുപോലെ തന്നെ ചെയ്ത് കളയും. കൈ കിട്ടുന്ന എടുത്ത് വെച്ച് എന്നെ തീർത്ത് കളയും. പൊക്കോണെ ഇറങ്ങി രണ്ടെണ്ണം കൂടെ. എൻ്റെ ധ്രുവയ്ക്ക് മാത്രമേ എന്നോട് ഇച്ചിരി സ്നേഹമുള്ളൂ, നിനക്കതില്ല. അയ്യോ, നിന്നെ ഉണ്ടാക്കിയ സമയത്ത് വല്ല വാഴ വെച്ചിരുന്നെങ്കിൽ എടാ എനിക്ക് 10 പൈസയെങ്കിലും കിട്ടിയേനെ. ഷോ, അതൊക്കെ അപ്പം ആലോചിക്കണമായിരുന്നു മിസ്റ്റർ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ഇനി ഓരോന്നും പറഞ്ഞ് രണ്ടും കൂടെ തുടങ്ങിക്കോ. അപ്പം അമ്മ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി ഇവിടെ ഇന്ന് ഒരുപാട് ലേറ്റ് ആവും, ഒത്തിരി യാത്ര ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വിളിക്കാം. അവിടെ എത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് വിളിക്കാം കേട്ടോ. അപ്പം ശരി എന്നാ, ബായ് അമ്മ. അപ്പാ ബൈ ബൈ. கருவில் இருந்தோம், கவலையின்றி கண்மூடி கிடந்தோம். தோம் தரையில் விழுந்தோம், விழுந்தவுடன் கண் தூக்கம் தொலைத்தோம். அப்போது அப்போது போன தூக்கம் என் கண்களிலே, எப்போது எப்போது வந்து சேரும் விடை தோணலையே. தோம் கருவில் இருந்தோம், கவலையின்றி கண்மூடி ആ ധ്രുവ, ഇതാണോ നിന്റെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞേ? നൈസ് ടു മീറ്റ് യു. നമുക്കെന്നാ വീട്ടിൽ പോയാലോ? உடன் கண் தூக்கம் தொலைத்தோம். கருவில் இருந்தோம், கவலையின்றி கண்மூடி கிடந்தோம். அப்போது அப்போது போன தூக்கம் நம் கண்களிலே, எப்போது எப்போது வந்து சேரும் விடை தோணலையே. தண்ணீரில் வாழ்கின்றோம் நாம் கூட மச்சவதாரம் தான். தோம் கருவில் இருந்தோம், കവലയിன்றി കൺമൂടി കിടന്നോം. എന്തോ വരാൻ പോകുന്നതിൻ്റെ സൂചനയാണല്ലോ മഹാദേവയെ കാണിക്കുന്നേ. ഭഗവാനെ, നാടിനെ നാട്ടുകാരെ നീ കാത്തോളണേ. അലകളെ അലകളെ പിടിത്തുകൊണ്ട്. ഇതെന്താ പെട്ടെന്ന് കാലാവസ്ഥ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ പൊന്നഞ്ചൊന്നും എടുത്ത് വീണ്ടും തിരിച്ചെത്തിയോ? അതിന്റെ സൂചനകളാണോ ഇത്? എടാ, ഇതെന്തൊരു കാലാവസ്ഥ ഇത്? കാറ്റും മഴയും. എന്താ ഇതിങ്ങനെയൊക്കെ? കാലാവസ്ഥയുടെ മാറ്റം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല എന്റെ കുട്ടിയെ? ഞാൻ മുമ്പ് പറഞ്ഞെന്നുള്ള കഥകളെ പോലെ തന്നെ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് കുട്ടിയെ. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അമ്മ എന്തൊക്കെയാ പറയണേ? ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോണോന്നോ? ഇപ്പോഴും ആ കഥയൊക്കെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലാവില്ല കുട്ടിയെ. ഒരിക്കൽ കാലം തന്നെ നിനക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാണിച്ചു തരും. അന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കും. യോഗിയായി നടന്നതുമേ ഭൈരവനാകുന്നേ, യോഗി മുദ്ര ധരിച്ചതുമേ ഭൈരവനാകുന്നേ. ധരിത്തോല് ധരിച്ചതുമേ ഭൈരവനാകുന്നേ, പുലിത്തോല് ധരിച്ചതുമേ ഭൈരവനാകുന്നേ.